നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. സർക്കാർ നിശ്ചയിച്ച മിനിമം കൂലി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് പെട്രോൾ പമ്പ് തൊഴിലാളികളും പാചകവാതക വിതരണ തൊഴിലാളികളും കണ്ണൂർ കലക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഉദ്ഘാടിച്ചു. സ്റ്റേഡിയം കോർണറിൽ നിന്നും തൊഴിലാളികൾ പ്രകടനമായാണ് കലക്ട്രേറ്റിന് മുന്നിലെത്തിയത്. പെട്രോൾ പമ്പ് തൊഴിലാളികളുടെ മിനിമം കൂലി എല്ലാ അവസരത്തിലും കൃത്യമായി കേരള ഗവൺമെന്റ് പുതുക്കി നിശ്ചയിക്കാറുണ്ട്. കഴിഞ്ഞ 25 വർഷമായി സർക്കാർ പുതുക്കി നിശ്ചയിച്ച ശമ്പളം പെട്രോൾ പമ്പ് ഉടമകൾ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയത് കാരണം തൊഴിലാളികൾക്ക് ഉടമകൾ നൽകിയിട്ടില്ലെന്ന് MV ജയരാജൻ പറഞ്ഞു. വിലക്കയറ്റത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കമ്മീഷൻ വർധനവും മറ്റാനുകൂല്യവും തൊഴിലുടമകൾക്ക് കിട്ടുമ്പോൾ തൊഴിലാളികൾ പിച്ചച്ചട്ടിയിൽ തന്നെ എന്ന നിലയിൽ പോവുകയാണ്. ഇതാണ് ഈ മേഖലയിൽ നടക്കുന്ന ഒരു ക്രൂരത. തൊഴിലാളികൾ സമരം പ്രഖ്യാപിച്ചാൽ അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നിച്ച് സമരം പ്രഖ്യാപിച്ചാൽ പെട്രോൾ പമ്പ് അടച്ചിടേണ്ടി വരും, ഗ്യാസ് വിതരണ ഏജൻസികൾ വിതരണം നിർത്തിവെക്കേണ്ടി വരും. അപ്പൊ ജനങ്ങൾ ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കാതെ തൊഴിലാളികൾക്കെതിരായി തീരും. ഇതാണ് തൊഴിലുടമ ആയുധമായി ഉപയോഗിക്കുന്നത്. VK ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. A പ്രേമരാജൻ, AV രാമചന്ദ്രൻ, P രാഘവൻ, A ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.